അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലം. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഇന്ന് ഇസ്റാ മിഅ്റാജിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അത്യത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഇസ്റാ മിഅ്റാജ്. അതിനെക്കുറിച്ച് ഹദീസുകളിലും ചരിത്രങ്ങളിലും വന്ന മുഴുവൻ പ്രതിപാദ്യങ്ങളും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുങ്ങിയ രൂപത്തിൽ ആ സംഭവത്തെ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയായിട്ടുള്ള ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവര് അറിയാലോ, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മകനാണ്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെങ്ങള് തന്നെയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ. അപ്പൊ അവിടെ കിടന്നുറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ രാത്രിയിൽ റസൂലിനെ വന്ന് വിളിക്കുന്നു. അങ്ങനെ ദീർഘമായ ഒരു യാത്ര പോകാനുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൂടെ ഒരു പ്രത്യേക മൃഗം ഉണ്ടായിരുന്നു. കഴുതയേക്കാൾ വലുപ്പമുള്ളതും കോവർ കഴുതയേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു മിത നിലക്ക് വലുപ്പമുള്ള വളരെ വെളുത്ത നിറമുള്ള ഒരു ജീവി, ഒരു മൃഗം. അതിനെ ബുറാഖ് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക അത്ഭുത വാഹനമാണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ഈ മൃഗത്തിന്റെ പുറത്തു കയറുന്നു. അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഈ മൃഗം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. അന്നത്തെ കാലത്ത് ഏകദേശം 2 മാസത്തോളം വഴിദൂരമുള്ള ഒരു പ്രദേശമാണ് ബൈത്തുൽ മുഖദ്ദസ്. മക്കയിൽ നിന്ന് ആ ദൂരം ഫലസ്തീനിലെത്തണമെങ്കിൽ അത്രയും യാത്ര ചെയ്യണം. എന്തായിരുന്നാലും അവര് വളരെ പെട്ടെന്ന് തന്നെ മസ്ജിദുൽ അഖ്സയിൽ എത്തുന്നു. അവിടെ മൃഗങ്ങളെ ബന്ധിക്കാറുള്ള ഒരു കവാടത്തിന്റെ വട്ടക്കണ്ണിയിൽ ഈ ബുറാഖിനെ ബന്ധിക്കുന്നു. രണ്ടുപേരും പള്ളിക്കകത്ത് കയറുന്നു. അവിടെ 2 റക്അത്ത് നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന്റെ മുന്നിൽ 2 തളികകൾ, 2 പാത്രങ്ങൾ വെക്കുന്നു. ആ പാത്രത്തിൽ ഒന്നില് പാലും മറ്റൊന്നിൽ മദ്യവുമാണ്. അതിൽ ഇഷ്ടമുള്ളത് എടുക്കാൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂല് പാല് എടുത്തു കുടിക്കുന്നു. താങ്കൾ ശുദ്ധിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഫിത്രത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ആ ബുറാഖിന്റെ പുറത്ത് കയറി ആകാശത്തേക്ക് പ്രയാണം ചെയ്യുന്നു. ആകാശത്തേക്ക്, 1ാമത്തെ ആകാശത്തേക്ക് കയറുമ്പോൾ അതിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുന്നു, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ കവാടത്തിൽ മുട്ടുമ്പോൾ ആരാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ജിബ്രീലാണ്. ആരാണ് കൂടെയുള്ളത്? ഇത് മുഹമ്മദ് ആണ് എന്ന് പറയുന്നു. മുഹമ്മദ് വന്നാൽ അനുവാദം നൽകണമെന്ന് എനിക്ക് കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു. അങ്ങനെ 1ാമത്തെ ആകാശത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് ഒരു മഹാനായ മനുഷ്യനെ പരിചയപ്പെടുന്നു. അത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മനുഷ്യരുടെ പിതാവായിട്ടുള്ള ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. അവർ രണ്ടുപേരും അവിടെ വെച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുന്നു. ഉന്നതനായ പുത്രൻ, അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദിന് സ്വാഗതം എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് 2ാമത്തെ ആകാശത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെയും ഇതുപോലെ ചോദ്യവും അന്വേഷണവും ഒക്കെ ഉണ്ട്. അവിടെ വെച്ചുകൊണ്ട് യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരെയും കണ്ടുമുട്ടുന്നു. 3ാമത്തെ ആകാശത്തിലെത്തുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുമായി സന്ധിക്കുന്നു. 4ാമത്തെ ആകാശത്തിലേക്ക് കടക്കുമ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് കാണുന്നത്. 5ാമത്തെ ആകാശത്തിൽ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്നു. 6ാമത്തെ ആകാശത്തിൽ ബഹുമാനപ്പെട്ട മൂസ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ 7ാമത്തെ ആകാശത്തിലേക്ക് കടക്കുന്നു. അള്ളാഹുവിന്റെ ഖലീൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ നേരിൽ കാണുകയാണ്. അവിടെ വെച്ചുകൊണ്ട് പിന്നീട് സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തെ ഇലന്തമരം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക അതിർത്തിയാണ്. ആ അതിർത്തിയിലേക്ക്
അവർ കടന്നു പോകുന്നു. അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല, എന്റെ അതിർത്തി അവസാനിച്ചിരിക്കുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് താങ്കൾ ഒറ്റയ്ക്ക് പോകണം എന്ന് പറയുന്നു. ഇതിൽ ഈ സംഭവത്തില് ആദ്യത്തെ യാത്ര അഥവാ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ ആകാശയാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. രാപ്രയാണം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അള്ളാഹുവിന്റെ സവിധത്തിലേക്കും ആകാശങ്ങളിലേക്കും ഒക്കെ നടത്തിയ യാത്ര, ആ യാത്രക്ക് മിഅ്റാജ്, ആകാശാരോഹണം എന്നും പറയും. അപ്പൊ ഇസ്രാ വേറെയാണ്, മിഅ്റാജ് വേറെയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഇതിനെ കുറിച്ച് പ്രതിപാദ്യമുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് തുടങ്ങിയ, അഥവാ തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു അത്യുന്നതനാകുന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് യാത്രയുണ്ടായത്. എന്നിട്ട് മസ്ജിദുൽ അഖ്സയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും അള്ളാഹു ബറക്കത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം വിതറിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണമായിട്ട് ഉലമാക്കൾ പറയുന്നത്, ഒരുപാട് പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹാപ്രദേശമാണ്, ഒരു അനുഗ്രഹീത പ്രദേശമാകുന്നു ബൈത്തുൽ മുഖദ്ദസും അതിന്റെ ചുറ്റുപാടുകളും എന്നാണ്. അപ്പൊ ആ പ്രയാണമാണ് ഇസ്റാ. അവിടെ നിന്ന് ആകാശത്തേക്കുള്ള പ്രയാണമാണ് മിഅ്റാജ് എന്ന് അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സുള്ളപ്പോൾ റജബ് 27-നാണ് ഇത് സംഭവിച്ചത് എന്ന് ചരിത്രങ്ങളിൽ കാണുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ഭാഗത്ത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വാഖിദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ കഴിഞ്ഞ ഭാഗത്ത് ഇസ്റാ മിഅ്റാജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ 7 ആകാശങ്ങളും കടന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടത്ത് എത്തി. അങ്ങേയറ്റത്തെ ഇലന്തമരം എന്നാണ്, അതിർത്തിയിലെ ഇലന്തമരം എന്നൊക്കെ ഇനി പറയും. ഏതായിരുന്നാലും അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇനി എനിക്ക് വരാൻ അനുവാദമില്ല, താങ്കൾ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് യാത്ര തുടരുകയാണ്. ഒരുപാട് ഹിജാബുകൾ അള്ളാഹുവിനും അതുപോലെ തന്നെ അടിമകൾക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനും റസൂലിനും ഇടയിലുള്ള ഒരുപാട് മറകൾ അങ്ങനെ മറികടന്ന് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയതൊക്കെ ആയിട്ട് ചരിത്രങ്ങളിലും ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ സവിധത്തിലെത്തി, അതെവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും നമ്മൾക്കറിയില്ല. നമുക്ക് ഈ ഹദീസുകളിൽ വന്ന വിശദീകരണങ്ങൾ പറയുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കലെത്തി. വകാന ഖാബ ഖൗസൈനിയോ അദ്ന, അമ്പും വില്ലും അടുത്തിരിക്കുന്നതിനേക്കാൾ അടുത്ത് അള്ളാഹും റസൂലും ഇരുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ വേറെ ചില ഭാഗങ്ങളിൽ പ്രതിപാദ്യങ്ങളുണ്ട്. എന്തായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് അഭിമുഖ സംഭാഷണം നടക്കുന്നു. എല്ലാ വിശുദ്ധിയും എല്ലാ തിരുമുൽക്കാഴ്ചകളും എല്ലാം അള്ളാഹുവിനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നബിയെ താങ്കൾക്കുണ്ടാവട്ടെ എന്ന് അള്ളാഹു പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള സകല സജ്ജനങ്ങൾക്കും ആ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകണം, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിക്കുന്നു. അങ്ങനെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും മനോഹരമായ ഒരു സമ്മാനം, അത് റസൂലിന് മാത്രമല്ല റസൂലിന്റെ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരേക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സമ്മാനവുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അവിടുന്ന് പറഞ്ഞയക്കും, തിരിച്ചയക്കണം. ആ സമ്മാനമാണ് 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത്. റസൂൽ ഇതേപോലെ ഇങ്ങനെ ഇസ്റാവും മിഅ്റാജും അള്ളാഹുവിനെ കാണലും ഒക്കെയുള്ള ആ ഒരു അനുഭവത്തിന്റെ ഒരു പ്രതീകാത്മകമായ അനുഭവം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രത്യേക ആരാധനയാണ് 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ റസൂൽ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ സ്വർഗ നരകങ്ങൾ കാണുന്നു. സ്വർഗം, അതിലെ ഒരുപാട് അനുഭൂതികൾ, അവിടുത്തെ സന്തോഷങ്ങൾ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള മണിമാളികകൾ, ഉദ്യാനങ്ങൾ, നദികൾ,
അതേപോലെ തന്നെ അവിടുത്തെ പഴവർഗ്ഗങ്ങൾ, അങ്ങനെ ഓരോന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അങ്ങനെ നരകത്തിലേക്ക് പോകുന്നു. അവിടുത്തെ ഭയാനകമായ ശിക്ഷകൾ കാണുന്നു. വ്യഭിചാരികളുടെ ശിക്ഷകൾ, പലിശ വാങ്ങുന്നവരുടെ ശിക്ഷ, അതേപോലെ തന്നെ നമീമത്ത്, ഏഷണി പരദൂഷണം പറഞ്ഞു നടക്കുന്നവരുടെ ശിക്ഷകൾ, പലിശ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന കൊടൂരമായ ഭീകരമായ ശിക്ഷ, ഇങ്ങനെ ഒരുപാട് ശിക്ഷകളും ഒക്കെ കാണുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മടക്ക യാത്രയിലാണ്. അങ്ങനെ ഓരോ ആകാശങ്ങളും കടന്ന് താഴേക്ക് വരുന്നു. അങ്ങനെ അവസാനം ബൈത്തുൽ മുഖദ്ദസിൽ തിരിച്ചെത്തുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ തിരിച്ചെത്തുമ്പോൾ നേരത്തെ പോലെയല്ല, അവിടെ ആയിരക്കണക്കായ പ്രവാചകന്മാർ റസൂലിനെ കാത്തിരിക്കുന്നു. ആ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ഇമാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിക്കുന്നു. അങ്ങനെ തിരിച്ച് ആ രാത്രിയിൽ തന്നെ ഒട്ടും വൈകാതെ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുന്നു. അവിടെ ആ ബാക്കിയുള്ള ഉറക്കം പൂർത്തിയാക്കിയിട്ട് സുബഹിക്ക് എണീക്കുന്നു. ഇങ്ങനെ എണീക്കുമ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഈ സംഭവം പറയുന്നത്. അപ്പൊ കേട്ട് അതിശയപ്പെട്ട് അമ്പരപ്പോടെ അവര് പറഞ്ഞു, റസൂലേ, ഇത് പുറത്തൊരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഒരുപാട് ദിവസങ്ങളോ അല്ലെങ്കിൽ 1-2 മാസം യാത്ര ചെയ്താലാണ് ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുക. അവിടേക്കെത്തി ഒരു രാത്രി പോയി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ആകാശത്തേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം എനിക്ക് പുറത്തു പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയുടെ പരിസരത്തേക്ക് പോയി. അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ അനുഭവം, തലേ രാത്രിയിലെ നേർക്കുനേരുണ്ടായ അനുഭവം അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുമ്പോൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പരിഹസിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. അപ്പോ അവരാരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പൊ പിന്നെ ഒരുപാട് ആളുകൾ, അവർ നേരത്തെ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുള്ള ആളുകളുണ്ട്, ആ പള്ളി കണ്ടവരുണ്ട്, അതിന്റെ ചുറ്റുപാടുകൾ അറിയുന്നവരുണ്ട്. റസൂലാണെങ്കിൽ തീരെ പോയിട്ടില്ല, ഈ പോയത് ഈ രാത്രിയിൽ മാത്രമാണ്. അപ്പൊ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ പരിസരത്തെ കുറിച്ചും അതിന്റെ ജനവാതിലുകളെ കുറിച്ചും അങ്ങനെ പലതിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അതിനെല്ലാം കൃത്യമായ മറുപടിയാണ് അവർക്ക് നൽകിയത്. അതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു കച്ചവട സംഘം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുവോ? അവരെവിടെ എത്തി? അവരെന്നാണ് ഇനി മക്കയിൽ തിരിച്ചെത്തുക എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ അവർ ഇന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഇനി അവര് ഏകദേശം ഇന്ന ദിവസം മക്കയിലെത്തും അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഈ പറയുന്ന സംഘം ഈ പറഞ്ഞ സമയത്ത് ഇവിടെ എത്തിച്ചേരുമോ ഇല്ലേ എന്ന്. അന്നറിയാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അങ്ങനെ അവര് റസൂല് പറഞ്ഞ അതേ ദിവസം ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നു. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ അതിലാരും അധികമാരും ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യർത്യനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ആളുകൾ പറഞ്ഞു, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയും അവിശ്വസനീയമായി തോന്നുന്ന ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയും ദൂരവും പിന്നെ ആകാശവും സ്വർഗവും നരകവും ഒക്കെ സഞ്ചരിച്ചു വന്നു എന്ന് പറയുന്നത് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു, അദ്ദേഹം ഒരിക്കലും കളവ് പറയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് മുതലാണ് അദ്ദേഹത്തിന് അസ്സുദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന അർത്ഥം, സത്യവാൻ, പ്രവാചകനെ അക്ഷരം പ്രതി പൂർണ്ണമായി സത്യപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിലുള്ള സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടിയത് എന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്യത്ഭുതകരമായ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ദുനിയാവിൽ റസൂലിന് കാണാൻ സാധിച്ചു, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക പരലോകത്താണ്. അല്ലാഹു ആ മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.